ദേ ഇവനാണ് ഞങ്ങളുടെ കുട്ടൂസ്. ഇവന്റെ കഥയാണ് ഇന്ന്. വഴിയരികിൽ ആരോരുമില്ലാതിരുന്ന ഇവനെ അനിയനാണ് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നത്. സാധാരണ ഇവനെ പോലുള്ള എല്ലാവരും വീടിന് പുറത്തല്ലേ കാവൽ നിൽക്കുക. എന്നാൽ ഇവൻ അങ്ങനെയല്ല, വീടിനകത്താണ് എപ്പോഴും. ആരേലും എന്തേലും കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് വീടിനകത്തേക്കും അടുക്കളയിലേക്കും ഓടി ഓടി വരികയാണ് ഇവന്റെ ഹോബി. അതുമാത്രമല്ല, ഈ ചുറ്റുവട്ടത്തൊക്കെ വീടുകളിൽ പുറത്ത് കിടക്കുന്ന ഷൂസും ടോയ്സും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കളിക്കും. അതാണ് ഇവന്റെ മറ്റൊരു ശീലം. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിർത്തടാ, മതി നിന്റെ കൊണയടി. ഇനി ഞാനൊന്ന് കൊണയടിക്കട്ടെ. ഈ മത്തങ്ങ തലേനല്ല, മൊട്ടത്തലേനുണ്ടല്ലോ. ഈ മൊട്ടത്തലയും പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കരുത്. ഒരു സൈഡ് മാത്രം കേട്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്തരുത്. പ്ലീസ്, എന്നെ കൂടെ നിങ്ങൾ കേൾക്കൂ ഗൈസ്. അങ്ങനെ വെറുതെ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല, എന്റെ ക്യൂട്ട്നെസ് കണ്ടു കൊണ്ടുവന്നതാ ഇവന്മാർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. വീട്ടിലെ എല്ലാവരും സേഫായി ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വരുന്നതല്ല ഞാൻ. പിന്നെ ഇവിടെയുള്ള പൂച്ച സാറുമാർക്ക് കിടക്കയിൽ കയറി കിടക്കാം, സോഫയിൽ കിടന്നു മറിയാം. നമ്മളൊന്ന് അകത്ത് വന്നാൽ ഇവിടെ എല്ലാവർക്കും പ്രശ്നം. അല്ലേലും നമുക്കിവിടെ പുല്ല് വിലയാണല്ലോ. നമ്മളല്ലേ. ഇനി പറയൂ ഗൈസ്, ഞാൻ തെറ്റുകാരനാണോ? പിന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. മൊട്ടത്തലേനാണെങ്കിലും ചെക്കൻ പാവുക, ഒന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബൈ.